അതാണ് സുരേഷേട്ടന്റെ ഒരു കണ്ടതിലാ. ഒന്നും പറയില്ല. ആഗ്രഹം കുറെ കാലമായിട്ട് കാത്തുന്ന ആഗ്രഹങ്ങളാണ് ഈ നിറവേറ്റിയത്. ദൈവം കൂടെയുണ്ട്. കാണാനായിട്ട് വന്നത് തന്നെയാണ്, കാണാനായിട്ട് മാത്രം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ മോളെ കൊണ്ട് എവിടെ പോയാലും ഭാഗ്യം കിട്ടാറുണ്ട്. അത് മാത്രം തന്നെ. കാണണം എന്ന് പറയാറായിട്ടില്ല. പക്ഷെ സുരേഷ് മാമാന്ന് മാത്രം വിളിക്കും. ഇനി ഇതൊരു വിജയമാണ്. ഇവളെയും കൊണ്ടുപോയിട്ടാ ഞാൻ വോട്ട് ചെയ്തത്. അതിന്റെ ശക്തി എല്ലാം കൂടി ചേർത്തിട്ട് ഇത് ഭാഗ്യം എന്നല്ലാണ്ട് എന്താ പറയാ. മതി, വടക്കുന്നാഥന്റെ മുന്നിലേ ഈ തൃശ്ശൂരുകാർക്ക് ഇനി എന്ത് ഭാഗ്യ വേണ്ടത്? തകർക്കല്ലേ നമ്മൾ, ഇനി തകർക്കാനാണ് ഇനി പോണതും. അതന്നെ തൃശ്ശൂർക്കാരുടെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് സുരേഷ് ഗോപി സാർ ഇരിക്കുന്നത് അല്ലേ? ഞങ്ങളുടെ ഹൃദയാണ് തൃശ്ശൂർക്കാരുടെ, ഈ ലോകത്തിന്റെ ദൈവദൂതൻ. അപ്പം ജയിച്ചേ പറ്റൂ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട്. പിന്നെ തീർച്ചയായിട്ടും, കാരണം ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ മനുഷ്യനെ ഇനിയും കൈപിടിച്ച് ഉയർത്തിയില്ലെങ്കിൽ ഞങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട്. അപ്പം ഞങ്ങൾ തന്നെ എല്ലാവരും കൂടി ആ മനുഷ്യനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നെഞ്ചോട് ചേർത്ത് വെച്ചു. ഇത്രയേ പറയാനുള്ളൂ. സുരേഷ് ചേട്ടൻ പറ. ലച്ചുവോ? സുരേഷ് മാമൻ. പറയ്. സുരേഷ് മാമനാ പറയ്. സുരേഷ് മാമനാ പറയ്. ആരും ഉമ്മ പറഞ്ഞേ? ഉമ്മന്നെ പറയൂ. സുരേഷ് ഗോപി സാറെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാന് സാറ് ജയിക്കാൻ വേണ്ടി കുറെ വഴിപാടുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കർണാടകത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ചെയ്തു. സാറിനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ പിന്നാലെ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വരാമെന്ന്. ഇവിടെ വരും 8 മണിക്ക്. അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമാണ്. 8 മണി 8:30 ഇറങ്ങുമ്പോഴും കാണാൻ പറ്റി. വളരെ സന്തോഷത്തിലുണ്ട്. അങ്ങനെ ആൾക്ക് കൈ കൊടുത്തു. വളരെ സന്തോഷം. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കർണാടകയിൽ നിന്ന് ആളെ കാണാൻ വേണ്ടിയിട്ടായിട്ട് ഇവിടെ വന്ന പോലെ. കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ചേട്ടൻ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സുരേഷ് ചേട്ടന് ചോദിച്ചപ്പോൾ ഇപ്രാവശ്യം സുരേഷ് ചേട്ടൻ തൃശ്ശൂർക്കാരെല്ലാവരും കൊടുത്തു. അങ്ങനെ കൊടുക്കണമെന്ന് തൃശ്ശൂർക്കാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ റീസൺ ഉണ്ടായിരിക്കും. സുരേഷ് ചേട്ടൻ വികസനം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തൃശ്ശൂരിൽ നിന്ന് ആൾക്ക് എന്തായാലും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. ലാസ്റ്റ് ടൈമും ആൾക്ക് കിട്ടുമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നതാണ്. എന്തോ ഭാഗ്യമില്ലാതെ ഈ തവണ എന്തായാലും നമുക്ക് കിട്ടി. പിന്നെ ഒരുപാട് പാവങ്ങളെ വേണ്ടി നല്ല കാര്യങ്ങൾ വേണ്ട ചെയ്തിട്ടുണ്ട് ആള്. പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇതാവുന്ന ആളാണ്. അത് കഴിഞ്ഞ തവണ തോറ്റതിൽ മുന്നും ആള് ഇവിടെ നമുക്ക് തൃശ്ശൂരിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമായിട്ടും ആള് തോറ്റിട്ടും നമുക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം അത് ഇനി മുന്നോട്ട് ഞങ്ങൾ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ആൾക്ക് വോട്ട് കൊടുത്തു. പ്രതീക്ഷിക്കേണ്ട തീർച്ചയായിട്ടും.